വാടാ 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 ചേറ. ഓ ഗൈസ്, അയ്യോ എൻ്റെ മോൻ്റെ പടുകുറ്റ സാധനം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. അടിപൊളി ഒരു ചേറൻ്റെ. ഇവനെ നമുക്ക് സഞ്ചിക്കകത്തൊക്കെ ആക്കാം. എന്തായാലും കൊള്ളാം. കളർ ഇപ്പം നല്ല പട്ടക്കം ഡാർക്കായി വന്നിട്ടിരിക്കുക. പക്ഷെ നമ്മൾ ഈ ഫ്രോഗ് മാറ്റാൻ പോകട്ടെ. കാരണം ഈ ഒരു ഫ്രോഗിനേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഫ്രോഗാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മടിയിലിരിക്കുന്ന ഫ്രോഗ് ഉണ്ട്. ആ ഫ്രോഗ് നമ്മളിനിപ്പോൾ മടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇത് ഈ ബാഗിനകത്ത് നിന്ന് എടുത്തതിന് ശേഷം നമ്മളിനി അതിനാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന ഫ്രോഗാണിത്. ഇത് നമ്മളിവിടെ നിന്ന് നമ്മുടെ ഫിഷിംഗ് സ്റ്റാക്കിൽസ് നിന്ന് കിട്ടുന്നതല്ല, ഇത് പുറത്തുനിന്ന് നമ്മൾ വരുത്തിച്ചാണ് കേട്ടോ. ഇത് പുറത്തെന്ന് വെച്ചാൽ കേരളത്തിൽ, ഇന്ത്യയുടെ പുറത്തല്ല, കേരളത്തിൻ്റെ പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്ന് വന്ന ഫ്രോഗാണ്. അപ്പോൾ ഈ ഫ്രോഗ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കണം കേട്ടോ. ഈ ഫ്രോഗിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ഈ ഫ്രോഗിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ല. സോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് സോള്, അതേപോലെ ഇപ്പം നമ്മൾ അടിച്ച മീനിൻ്റെ പോലെ തന്നെ ഹെവി ഹുക്കിങ്, നല്ല അടിപൊളി ഹുക്ക് പ്രേഷ് വരുന്ന ഹുക്കാണ് കണ്ടോ. നല്ല സോളെന്ന് വെച്ചാൽ നല്ല പളവിളക്കം സോളാണ്. അടിയിൽ ഇച്ചിരി ഹാർഡാണെങ്കിലും ഇവിടെ നിന്ന് ഇത്ര ഭാഗം നല്ല പളവിളക്കം സോള് നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ഒരു കളർ ഗാർഡ് വന്നിരിക്കുന്നുണ്ട്, ഒരു ബ്ലാക്കും ഫുള്ള് റെഡ്. ഇവിടെ വെയിറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞു പോണ സൈസ് നമ്മുടെ സാധാ ഫ്രോഗിൽ പറഞ്ഞു പോണ സൈസ് അല്ല കേട്ടോ. ഇതിൽ റബ്ബറിൻ്റെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ട് വെച്ചേക്കുവാണ്. അതേപോലെ തന്നെ സ്പിന്നർ വന്നിരിക്കുന്നത് 2 കായലിന് പകരം 2 സ്പിന്നറാണ്. ഡബിൾ സ്പിന്നർ, നടുക്കൊരു വാലുമാണ് വന്നിരിക്കുന്നത്. അതിൽ ഫ്രണ്ടിലൊരു നല്ല കമ്പി ഇങ്ങനെ വളച്ച് നല്ല അടിപൊളി ഒരു നമുക്ക് കൊളുത്താൻ പാകത്തിൻ്റെ അടിപൊളി സാധനം. തവളയുടെ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലവശം ചെറുതാണ് കേട്ടോ. നമ്മൾ ചേരപ്പാമ്പിനെ പോലെ ഇരിക്കും. ബാക്ക് സൈഡിലേക്കാണ് വ്യൂ ഒന്നാക്കണം. ശരി വ്യൂ ഇതുള്ളത്. അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ചളിങ്ങി വളഞ്ഞിട്ട് ഹുക്ക് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ മേത്തോട്ട് ഇറങ്ങണ്ട. ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഫ്രോഗിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ, അതായത് 3.5 ഇഞ്ച് നീളം വരും. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതെ, ഞാൻ ഈ വിരൽ നമ്മുടെ തള്ളവിരലിൻ്റെ തള്ളവിരലല്ല നടുവിരലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളങ്ങൻ്റെ ഈ ഒരു ഭാഗം വരെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൈപ്പത്ത് തുടങ്ങുന്ന ഒരു ഭാഗം വരെ 3.5 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് നോക്കിയാൽ 9 സെൻറ്റിമീറ്റർ 3.5 ഇഞ്ച് 25 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റൊക്കെ ഞാൻ തൂക്കിയിട്ടാണ് രാവിലെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാനിത് ആഡ് ചെയ്തേക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഈ ഫ്രോഗിൻ്റെ തൂക്കം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ത്രാസിലേക്ക് വെച്ച് കഴിയുമ്പോൾ 25 ഗ്രാം വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫ്രോഗ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫിഷിനടിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ മച്ചന്മാരെ, അതായത് രാവിലെ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയപ്പോൾ നല്ല വൈബ്. രാവിലെ മഞ്ഞ് നിറഞ്ഞിങ്ങനെ പുക പോലെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രതീം വെച്ചാൽ വണ്ടിയുടെ ബാഗിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഒരു ഞാറക്കൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. അവൻ നമ്മൾ സൂം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറന്ന് പോയി കളഞ്ഞ്. അപ്പോൾ രാവിലെ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ഫിഷിംഗ് സ്പോട്ടിലേക്ക് എന്തായാലും ചെല്ലാം. അപ്പം നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ കക്കാൻ നീട്ടുന്നത് ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഇത് അപ്പുറത്ത് കാണുന്ന ആ ഒരു പെരയുടെ അകത്തുനിന്ന് ഒരു ഷെഡുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴത്ത് കൂടി എയർ പാസിങ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ കക്കാൻ നീട്ടുന്ന തൊണ്ടിൻ്റെ താഴത്ത് ചിരട്ട ഇട്ടിട്ടുണ്ട്. ചിരട്ടക്കാണ് തീ വന്ന് പിടിക്കുന്നത്. അപ്പോൾ അത് കാറ്റ് കൊണ്ട് ചിരട്ട ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കക്കയുടെ തൊണ്ട് ഇങ്ങനെ കിടന്ന് കത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ വരുന്ന പുക നേരെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വായുവിൽ അലിഞ്ഞു പോകുന്നുണ്ട്. കാരണം പാടത്തിന് നടുക്കാതുകൊണ്ട് തന്നെ നല്ല കാറ്റുള്ള ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പോകാം ഫുള്ള് ആ കാറ്റുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സൈഡിലോട്ട് തന്നെ പോകുന്നത്. അപ്പുറത്ത് വലിയൊരു പാടമാണ്. അത് കാരണം ആളുകൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കേസ്. ഓക്കെ,
വിട്ടുപോയി. ചേർമീനായിരുന്നു, ചേർമീൻ. കുക്കപ്പ് കൊടുത്തില്ല, അത് വായി തന്നെ ഇരിക്കുന്നു ഫ്രോഗ്. വിട്ടുപോയി. അവിടെ ഉണ്ട് കേട്ടോ. അടിക്കും. അത് ചേർമീൻ. കുക്കപ്പായിട്ടുണ്ടാന്ന് അറിയില്ല. മുമ്പത്തായിരിക്കും കേട്ടോ വായിൻ്റെ. ചെറുതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അടിപൊളി ഒരു ചേറൻ്റെ. കാസ്റ്റിങ് തുടങ്ങിയതല്ല, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തായാലും നമ്മുടെ ഒരു അടിപൊളി ഒരു 1 kg പ്ലസ് കാണും. ഒരു 1,200 കേട്ടോ. ഫ്രോഗ് ഇരിക്കണം നോക്കിക്കണ്ടേ. ഗ്രിപ്പർ ബാഗിലായിപ്പോൾ ഗ്രിപ്പർ എടുത്തിട്ടില്ല. ജസ്റ്റ് വേണ്ട. ഹുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീനടിച്ച അതേ സെയിം ഫ്രോഗ് കേട്ടോ. ഇതിൻ്റെ വേറെ കളറായിരുന്നു നമ്മൾ അടിച്ചത്. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഫ്രോഗ് കേട്ടോ. അത്യാവശ്യം നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. നമ്മൾ ഇതിട്ടിട്ട് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മീനടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഹുക്കിൻ്റെ മുന പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റിയതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ സൈഡല്ല ഹുക്കപ്പ് കൊടുത്ത്, ഈ ഒരു സൈഡ് ഹുക്കപ്പ് കയറുന്ന ഇതിലാണ് കൊടുത്താണ്ട്. അതുകൊണ്ട് സാധനം കറക്റ്റായിട്ട് ക്യാച്ചായിട്ടുണ്ട്. അപ്പോൾ അതെ നമുക്ക് ഒരു 1 kg 200 ഗ്രാമൊക്കെ 100-200 ഗ്രാം സൈസുള്ള ഒരു ചേർമീൻ കേട്ടോ. അപ്പോൾ അതേ സൈസ് ഞാൻ നമ്മുടെ സ്റ്റിക്ക് തന്നെ വെച്ച് കാണിച്ചു തരാം. അതെ നമ്മുടെ സ്റ്റിക്ക് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ നിന്ന് ഏകദേശം റീലും കഴിഞ്ഞിട്ട് ഇതുണ്ട്. പഠിച്ച ഫ്രോഗ് കണ്ടില്ലേ, ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഫ്രോഗ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ തന്നെയാണ് കണ്ടോ മീൻ പിടിച്ചത്. ഇതിൻ്റെ ഒരു വേറൊരു കളർ കോമ്പിനേഷൻ നമ്മളെടുത്തൊരു വയലറ്റ് ഷെയ്ഡാണ് നമ്മളെടുത്തിട്ടത്. അതിൻ്റെ തന്നെ വേറെ ഡബിൾ സ്പിന്നറൊക്കെ വരുന്ന കേട്ടോ. അതിനകത്ത് ഡബിൾ സ്പിന്നർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ആക്ഷൻ ഉണ്ടാവും. ഡബിൾ സ്പിന്നറാണ് വരുന്നത്, സൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെ അടിച്ചത് ഈ സ്പോട്ടിൽ നിന്നാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ച് നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ആ പുല്ലിനകത്ത് സാധനം ഇനിയുണ്ട് കേട്ടോ. അതൊക്കെ പുറമെ കയറിയുള്ളൂ, പക്ഷേ ഓരോരുത്തരുടെ കണ്ടൻറ്റാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനെ നമുക്ക് സഞ്ചിക്കകത്തൊക്കെ ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിലേക്ക് കയറുകയാണ്. കാരണം നമുക്ക് രാവിലെ കാസ്റ്റിംഗ് ചെയ്തിട്ട് ഒരു ചേർമീൻ അടിച്ചപ്പോൾ ആ ചേർമീൻ പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ കരിമീൻ പൊങ്ങി വരുന്നതുണ്ട്. പിന്നെ ഒന്നും നോക്കാന്നില്ലാതെ നേരെ സ്ലിംഗ് ഷോട്ട് കൈ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് കൂടെ കണ്ടിട്ട് നമുക്ക് ഇനി കാസ്റ്റിംഗ് തുടങ്ങാം കേട്ടോ. കൊടുത്തു. വലുത് തന്നെ ഉണ്ട്, വലുത് അടിയിപ്പോൾ ചുറ്റിയല്ല കൊല്ലിലൊക്കെ ചുറ്റിയുണ്ടാക്കി പണി പാളി. മൊത്തം അനങ്ങാത്ത രീതിയിലാണ് പോയി ചുറ്റിയാക്കുന്നത്. വന്ന് നോക്കിയോ. ശരിക്കും പറഞ്ഞാൽ കേസ് 8ൻ്റെ പണി കിട്ടിയതുപോലെ ആയിപ്പോയി. ഒരു 3-4 കരിമീൻ വന്നതിൽ നല്ലൊരു കരിമീൻ, ഒരു 100-350 ഗ്രാം സൈസ് വരുന്ന ഒരു കരിമീനെ നോക്കിയാൽ ഷൂട്ട് ചെയ്തത്. പക്ഷെ അടി കൊണ്ടപാടെ ഈ പായൽ കെട്ടി കിടക്കുന്നുണ്ട് പോള. ഇതിൻ്റെ താഴത്തൊരു മരം വീണ് കിടക്കണം. ആ മരക്കൊമ്പിൻ്റെ അകത്തോട്ടാണ് ഓടി കയറിയത്. അത് എവിടെയോ പോയി ചുറ്റി. പക്ഷെ നമ്മൾ കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങളൊരു വടിയെടുത്ത് കുത്തിയൊക്കെ നോക്കി കേട്ടോ. അടിയിലേക്ക് ആ ലൈനിൽ കൂടെ നമ്മൾ ആ വടി വെച്ച് അടിയിലേക്ക് തറച്ച് കുത്തി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം രണ്ടും കലിപ്പിച്ച് പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ആ മുട്ട് കെട്ടിയേക്കണം. അവിടെ നിന്ന് നല്ല താഴ്ചയുള്ള ഏരിയയും കൂടിയാണ്. അത് കാരണം ഞങ്ങൾ ഇറങ്ങാനൊന്നും നിന്നില്ല. നല്ല താഴ്ചയുണ്ട്. അത് പിടിക്കുമ്പോൾ മീൻ വലിക്കുന്നുണ്ട് കണ്ടോ. പക്ഷേ കുറേ നേരം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ രണ്ടും കലിപ്പിച്ച് പൊട്ടിപ്പോകുന്നെങ്കിൽ പൊട്ടിപ്പോട്ടെന്ന് പറഞ്ഞ് വലിച്ചു കഴിഞ്ഞപ്പോൾ ഡാട്ട നമുക്ക് തിരിച്ച് കിട്ടി. പക്ഷെ നമുക്ക് മീൻ മിസ്സായിപ്പോയി കേട്ടോ. നീലവാഗ കിട്ടിയാ കിട്ടി. ഓ കൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ അടി കൊണ്ടത്. മിസ്സായില്ലെങ്കിൽ പറയാട്ടാ. ഒരു മീൻ അടിച്ചിട്ട് അങ്ങോട്ട് ഓടിയപ്പോഴാണ് അടിച്ചത്. നീലവാഗാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നീലവാഗ നീലക്കളർ വരാനായിരുന്നു. നീലവാഗയല്ല, നീലക്കളറിൽ വരുന്നത് വരാനായിരുന്നു. നേരത്തെ നീലക്കളർ കണ്ടപ്പോൾ നീലവാഗ എന്ന് പറഞ്ഞത് അടിപൊളി ഒരു വരാനല്ലേ എടുക്കും. ഫസ്റ്റ് മീനല്ലേ ഒരു ദിവസം. ആദ്യം അവിടെ സ്ട്രൈക്ക് എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ.
സ്ട്രൈക്ക് ചെയ്ത് ഇതായിരുന്നു, ഞാൻ അത് വാങ്ങണം എന്ന് ഓർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാവിലത്തെ കാസ്റ്റിംഗ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ചെറുമീനും സ്ലിംഗ് ഷോട്ടിൽ നമുക്ക് ഒരു വരാൽ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ആ വരാലും കൂടിയാണ് നമ്മളിത് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തൂക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 കിലോ ഉണ്ട് കേട്ടോ. ആ ചെറുമീനും ആ വരാലും കൂടെ തൂക്കിയിട്ടാണ് 1.5 കിലോ. അപ്പോൾ നമ്മൾ ആ ചെറുമീൻ പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഏകദേശം 1 കിലോ 1.100 1.200 കാണുന്നത്. അപ്പോൾ ആ ചെറുമീൻ മാത്രം ഞാൻ തൂക്കി നോക്കണം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1.100 ഉണ്ട്. അപ്പോൾ ഞാൻ ഗസ് ചെയ്തത് 1.100 1.200 ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1.200 1.100 നമ്മൾ ഗസ് ചെയ്തായിരുന്നു തൂക്കം പിടിച്ചപ്പോൾ തന്നെ. അതിൽ ഏകദേശം ആ തൂക്കം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് കാസ്റ്റ് ചെയ്ത് കിട്ടിയ മീനും ഉച്ചയ്ക്ക് നമ്മൾ സ്ലിംഗ് ഷോട്ട് അടിച്ച് കിട്ടിയ മീനും ആ ഒരു വരാലാണ് കിട്ടിയത്. അപ്പോൾ അത് രണ്ടും കൊണ്ട് കൊടുത്ത് കിട്ടിയ കാശ് വെച്ചിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈവനിങ് സമയത്ത് കാസ്റ്റിങ്ങിൽ വേറെ സ്പോട്ടിലേക്ക് ഇറങ്ങിയേക്കണം ഗൈസ്. അപ്പോൾ ഇനിയുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് പുറത്തുനിന്നാണ്ട് ഓടിയാണ് ഇത്. എറിഞ്ഞ് വലിക്കാൻ പറ്റിയല്ലേ ഇവിടെ. അടിച്ചടിച്ചടിച്ചടിച്ച് അടിച്ചണം സാധനം അടിച്ചണം. പോകല്ലേ കിട്ടുന്ന സാധനം ഇത് അടിപൊളി. നമ്മുടെ അരാപ്പായ്മ പോകില്ല കിട്ടാ. മുട്ട് സാധനം കേട്ടോ ഇത്. ഹെവിയാണ്. 2 കിലോത്തിൽ കുറയാത്തൊരു സാധനവും. പൊങ്ങി വന്നതാ സാധനം. എൻ്റെ മോൻ്റെ പടുകുറ്റ സാധനം. നമ്മൾ ലോഞ്ചിങ്ങിനുള്ള ഫ്രോഗ് നമ്മുടെ മടിയിലിരിക്കണേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബാഗിലിരിക്കണേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് നിർത്തിയൊരു ഫ്രോഗായിരുന്നു നമ്മുടെ അരാപ്പയ്യ ഫ്രോഗ്. അതിലിപ്പോൾ ഇത് ജസ്റ്റ് അടിച്ചതേ ഉള്ളൂ. എൻ്റെ മോനെ ഇവൻ ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാൻ ജസ്റ്റ് ഇട്ട് വലിച്ചുള്ളൂ കേട്ടോ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഈ സ്പോട്ടിൽ നമുക്ക് ഓല നിൽക്കണ കാരണം ചാഞ്ഞ് കിടക്കണ കാരണം നമുക്ക് എറിഞ്ഞ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്തല്ല നമ്മുടെ അരാപ്പയ്മ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട അരാപ്പയ്മ ഇവിടെ കിടക്കുന്ന ഫ്രോഗ് ഹുക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വയറ്റിലുള്ളൂ. മീനെ ഞാൻ കാണിച്ചു തരാം. അരാപ്പയ്മേനെ കണ്ടല്ലോ നമ്മുടെ അരാപ്പയ്മ ഇവിടെ വന്ന് കിടക്കണത്. ലൈൻ ഇതിനകത്തൂടെ കയറി ഇവിടെ വന്ന് കിടക്കണം. അപ്പോൾ നമ്മുടെ മീനെ ഞാൻ കാണിച്ചു തരട്ടെ. ഏകദേശം ഒരു 2 അനങ്ങല്ല എടാ. അവൻ ആദ്യം ചെന്ന് വീഴിയം തന്നെ ഓടി ഒന്ന് അടിച്ചിട്ട് ടക്കെന്നൊരു അടി അടിച്ച് രണ്ടാമത്തെ അടിക്ക് അവനെ എടുത്ത് വലിച്ച്. അവിടെ നിൽക്കാനങ്ങല്ലടാ. പട്ടപ്പട്ടപ്പൻ ഐറ്റം സാധനം. 2 കിലോ അല്ലേ? 2 കിലോ കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ചതിനേക്കാളും കുറച്ചുകൂടി സൈസല്ല, അതിനേക്കാളും കുറച്ചുകൂടി ചെറുതാട്ടെ. ഇത് ഏകദേശം ഒരു 200 ആ മാക്സിമം കാണും കേട്ടോ. സാധനം കണ്ടല്ല, മയിൽ വാഹനെ പോലെ നിൽക്കണ ചേർന്നല്ല, കലക്കൻ സാധനമുള്ളത്. ഫ്രോഗിൻ്റെ ഹുക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഫ്രോഗിൻ്റെ സോൾ ഫുള്ള് ഒരു താഴെ വന്നിട്ടുണ്ട്. അവൻ്റെ അടി അതുപോലെ അടിയായിരുന്നു. ഹെവി എന്ന് വെച്ചാൽ ഹെവി അന്യായ ഐറ്റം. അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലെ മോർണിംഗ് നമ്മൾ വന്നതാണ് ഇവിടെ. മോർണിംഗിൽ വന്ന് നമുക്കൊരു ചെറിയ മീൻ അടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കിടന്ന വെച്ചാൽ ഫ്രോഗ് വേറൊരു ഫ്രോഗായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കാസ്റ്റ് ചെയ്തിട്ട് ഒരു മീൻ അടിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പുല്ലിനകത്തൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രോഗ് എടുത്തിട്ടതാണ് കേട്ടോ. ഈ ഫ്രോഗ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം കാസ്റ്റ് ചെയ്തായിരുന്നു. കാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈവനിങ് ടൈം നമ്മൾ ആ സ്പോട്ടിലേക്ക് വീണ്ടും ഉള്ളിലോട്ട് കുറച്ച് കയറിയിട്ട് നമ്മൾ ഇന്നിപ്പോൾ കാസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ അടിച്ചൊരു മീനാണ്, ഫസ്റ്റ് മീനാട്ടോ. നമ്മൾ കാസ്റ്റിങ് തുടങ്ങിയതേ ഉള്ളൂ, ഇൻട്രഡക്ഷനും കാര്യങ്ങളും തുടങ്ങിയില്ല. അതിക്ക് മുന്നേ തന്നെ മീൻ അടിച്ചാൽ നമ്മൾ ഇൻട്രഡക്ഷൻ എടുക്കാൻ കുറച്ച് അപ്പുറത്ത് നല്ല സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇൻട്രഡക്ഷൻ എടുക്കാനായിട്ട് ഫ്രോഗ് കൂടെ വെച്ചേക്കണം നമ്മൾ. അതേപോലെ തന്നെ
ഈ ഒരു ഫ്രോഗ് നമ്മൾ വന്ന വഴിക്ക് കാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ച് അത്യാവശ്യം നല്ലൊരു മീൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ ഇവൻ്റെ ഹുക്കൊന്ന് റിമൂവ് ചെയ്യണം. ഹുക്ക് മാത്രമേ വായിൽ ഇവൻ എന്നെ മറിച്ച് വെള്ളത്തിലിട്ടാൻ. അതെ ഹുക്ക് കണ്ട, നമ്മുടെ ഹെവി ഹുക്ക് നല്ല അടിപൊളിയായിട്ട്. ഇത് കണ്ട, ഈ ഹുക്ക് ഇങ്ങനെ വീണത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. സൈസ് എന്ന് പറയുന്നത് ഹുക്ക് നല്ല സൈസ് ഹുക്കാണ് കേട്ടോ. ഇത് കണ്ട ഹെവി ഹുക്കാണ്. ഇത് ഏകദേശം നമുക്കൊരു 2 ഇഞ്ചെങ്കിലും നീളത്തിൽ വരുന്ന ഹുക്കാണ്. അതുകൊണ്ട് തന്നെ അടിച്ച് കഴിഞ്ഞാൽ പോയെന്നല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ തൂങ്ങിക്കിടക്കാം. അതേപോലെ നല്ല പവറാണ്. ഡബിൾ സ്പിന്നർ, എൽ ഷേപ്പിലുള്ള സ്പിന്നറാണ് ഒരെണ്ണം. അങ്ങനെ ഡബിൾ സ്പിന്നർ വരുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഫ്രോഗിലേക്ക് തന്നെ ഇതിൻ്റെ സീറ്റിംഗ് ആക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടിച്ച മീനൊന്ന് കാണിച്ചാൽ ഏകദേശം 2 kg വരുന്ന ഇഡിലൻ ചേർന്ന് ഫസ്റ്റ് മീനാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ കാസ്റ്റിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഈവനിങ് കാസ്റ്റിലെ ഫസ്റ്റ് മീൻ. പെടപടപ്പം സാധനം. ഇന്ന് മോർണിംഗ് ഞാൻ പോകുന്നപ്പോൾ പ്രദീപ് മച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, പ്രദീപ് മച്ചാൻ നമുക്ക് ഇന്ന് 2 ചേറുമീനെ മാത്രം മതി ഇന്ന് പിടിച്ചാൽ എന്ന് പറഞ്ഞു. അത് മോർണിംഗ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആകാനും മിക്കവാറും ചാൻസുകളല്ലേ പ്രദീപ് മച്ചാനെ? ആ ഓക്കെ, നല്ല സൈസ് ഉണ്ട്. ഇത് കണ്ട, ഞാനിപ്പോൾ കൈ പിടിച്ചാണ്. കൈ സ്ട്രൈറ്റ് കൈ പിടിച്ചാൽ മുട്ടയും കഞ്ഞുണ്ട്, കുറച്ചുകൂടെ താഴ്ത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൈസ് വരുന്നത്. 2 കിലോ അതേ മാക്സിമം ഉള്ളൂ. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പിടിച്ച മീൻ ഞാൻ ഇന്ന് 100, 200 ഞാൻ ഗസ് ചെയ്തതെന്ന് തോന്നുന്നു വീഡിയോയിൽ. പക്ഷേ ഞാൻ കൊണ്ട് തൂക്കണ വീഡിയോ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉച്ചക്ക് അതുകൊണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ട് കയറി. അപ്പോൾ ഉച്ച കൊണ്ട് തൂക്കുമ്പോൾ 100 കറക്റ്റ് ഉണ്ട്. അതിൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗെയ്സ്, നമുക്ക് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി ഈ ഒരു ഫ്രോഗ് ഇട്ടായിരിക്കും നമ്മുടെ കാസ്റ്റിംഗ്. ആഹാ എന്താ ആക്ഷൻ! പുറത്തുനിന്നല്ലേ അടിച്ച അമ്പലിൻ്റെ അവിടെ അല്ലേ? അമ്പലിൻ്റെ ഇടത്തെ അത്രയും പുറത്തേക്ക് അത് പോയത് കണക്ക് ഇത് പോകുമെന്ന് അറിയാൻ പറ്റില്ല. പോയി പടിഞ്ഞാറ് അതേ നമ്മൾ കാസ്റ്റ് ചെയ്ത് കുറേ ഉള്ളിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത്. സൂര്യാസ്തമയമാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായ സമയമായിട്ടുണ്ട്. നേരിയ സന്ധ്യയായി വരുന്ന സമയമാണ്. ഈ സമയത്താണ് ചേറുമീനുകൾ കൂടുതലും പുല്ലിനകത്തും പായലിനകത്തൊന്നും പുറത്തിറങ്ങുന്ന സമയം. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകണം കേട്ടോ. മീനടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം ഉണ്ടായിരുന്നു. ഫ്രോഗ് വീണപ്പോൾ ഓർഡർ ഞാൻ കണ്ടതാണ്. അടിപൊളി. നമ്മുടെ പുതിയ ഫ്രോഗിൽ ആദ്യത്തെ മീൻ കേട്ടോ. മിക്സ് ആകുമെന്നുള്ളത് അറിയില്ല ഗൈസ്. നല്ലൊരു മീനാട്ടോ, സൈസാണ്. അയ്യോടാ കുടഞ്ഞു പോയി കണ്ട. നമ്മുടെ ഫ്രോഗിൻ്റെ ഹുക്ക് നോക്കിക്കണ്ടേ, ഇത് കണ്ട ഇങ്ങനെ അവൻ അടിച്ചതേ. സൂപ്പറായിട്ട് മലന്ന് വീണ ഹുക്കാണ് കണ്ട. സൈസ് നോക്കിയ ഹുക്കിൻ്റെ കണ്ട. മിസ്സാകുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ പോവുകയും ചെയ്തു. കറക്റ്റായിരുന്നു അല്ലേ? കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫൈറ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വലിക്കാണ്ട് ഇട്ട് കൊടുത്തത്. പക്ഷെ അവൻ്റെ അടിയെന്ന് വെച്ചാൽ ടക്കെന്ന് പറഞ്ഞാൽ അടിച്ചാൽ വലിച്ച ഉള്ളിലേക്ക് ശരിക്കും കയറിയായിരുന്നു ഫ്രോഗ്. പക്ഷെ വിട്ട് പോകുന്നു എങ്ങനെയാണ്. ഹുക്ക് അതനുസരിച്ച് നല്ല അറേഞ്ചിങ്ങിലായിരുന്നു വെച്ചാൽ. ഫ്രോഗ് ആ ഗ്യാപ്പിലെ തെളിവിലിപ്പോൾ വീണപ്പോൾ തന്നെ ഞാൻ കണ്ട അവിടെ നിന്ന് ഒരു സാധനം പുറകിലോട്ട് ഓടി മാറി. പക്ഷെ ഞാൻ പായലിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് വന്നപ്പോൾ റിട്ടേൺ ഓടി വരികയാണ് ചെയ്തത്. നല്ല അടി അടിച്ചല്ലോ. ഗൈസ് ഓക്കെ, മിസ്സിങ് അടിക്കാൻ ചാൻസ് ഉണ്ട്. വാ ഞാൻ അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് വേറെ സമയം കളയണ്ട. ക്യാമറയിലെ ചാർജിൻ്റെ തീർത്ത് വെറുതെ 2-3 ബാറ്ററി തീർന്നിട്ട് ഒരു മീനും പോലും അടിച്ചില്ലെന്ന് പറഞ്ഞത്. ഇല്ല, അവിടെ നിന്ന് വന്ന് പൊങ്ങിയിട്ട് പോയി. അടി അങ്ങോട്ട് ചാടി വന്ന അടി. ആ എൻ്റെ അമ്മ പോന്നടാ വിട്ട്. ഷോ അങ്ങനെ നമുക്ക് 2 മീനും മിസ്സായിട്ടതേ നമ്മൾ തിരിച്ചു പോരുന്ന വഴി ഇതേ ഒരു മരത്തിനകത്ത് കണ്ട. സന്ധ്യ സമയത്ത് കൊക്കുകളൊന്ന് ചേക്കേറിയിരിക്കുന്ന സ്ഥലമാണ്. ഹലോ ഗേസ്, ഇതേ കാസ്റ്റ് ചെയ്ത് ഇരുട്ടായിട്ടോ. നമ്മളിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ
ഫ്രോഗിൻ്റെ ഹുക്കപ്പ് റേഷ്യോ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു മീൻ അടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മിസ്സായിപ്പോയി. പക്ഷേ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ കിടന്നേച്ചൊരു ഫ്രോഗിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്തൊരു മീൻ അടിച്ചായിരുന്നു നമുക്ക്. ഇതിനകത്ത് അടിച്ച മീൻ മിസ്സായിപ്പോയി കേട്ടോ. നമുക്ക് വേറെ മീനൊന്നും അടിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അടിക്കുക മീൻ പിടിക്കണതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 2 മീൻ കിട്ടിയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ വന്ന് കാസ്റ്റ് ചെയ്തത് നമുക്ക് വേറൊരു ഫ്രോഗിലാണ് കിട്ടിയത്. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഫ്രോഗായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മീൻ കിട്ടി നമ്മൾ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കിട്ടിയ മീനാണ് നമുക്കിത്. ഈ ഒരു സാധനം ഈ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെഡിലായി കേട്ടോ. ഇപ്പോൾ കാസ്റ്റിങ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു 2 kg കുറയാണ്ട് എങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൂക്കം നോക്കി പോകണ വഴിക്ക് ജസ്റ്റ് ഒന്ന് തൂക്കം നോക്കാം കേട്ടോ. കട അവിടെ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് തൂക്കം നോക്കിയിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ കേസ് നമ്മൾ കിട്ടിയ ചേറിഞ്ഞ് നമ്മൾ നോക്കുവാണ് കേട്ടോ. അതെ അവൻ ഇങ്ങനെ ത്രാസിനകത്ത് ഇരിക്കണം. അപ്പോൾ അത് 2 കിലോയാണ് പറഞ്ഞത്. പക്ഷേ 850 ഉണ്ട് കേട്ടോ സാധനം. അപ്പോൾ അതെ ആൾ ഡെഡൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ കിടക്കണം മാത്രമേ ഉള്ളൂ ആൾ കണ്ടാ. അതൊന്ന് അനങ്ങി കാണിച്ചേക്കണം. ഓക്കെ കേസ്. അപ്പോൾ അതെ ഇവനെ നമ്മൾ മടക്കുവാണേ. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചാൻ വരെ പുതിയ വീഡിയോ കാസ്റ്റിങ്ങിൽ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഇതിനെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത്. പക്ഷേ സ്ലിംഗ് ഷോട്ട് അടിക്കാനായിട്ട് നമ്മൾ വന്ന സ്പോട്ടിൽ മൊത്തം കലക്കലാകാരണം സ്ലിംഗ് ഷോട്ടിന് നടന്നില്ല. ഇന്ന് നമ്മൾ കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു ഫ്രോഗിലുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.